ഒരു ബിരിയാണി ഉണ്ടാക്കാം, അതായത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഫോർ ചിക്കൻ കറിക്ക് ക്രഷ്ഡ് പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ചിക്കൻ മസാല, ഗരം മസാല, ടർമറിക്, കാശ്മീരി ചില്ലി, യോഗട്ട്. പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയിൽ കുറച്ച് പകുതി എടുത്തിട്ട് കൊടുക്കുക. എനിക്ക് അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞു നമുക്ക് മാറ്റി വെക്കാം. കിസ്മിസ് ഞാൻ നട്ട്സ് വാങ്ങിച്ചപ്പോൾ കുറച്ച് ക്രാൻബറീസും കൂടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നീട് ഓഫ് ചെയ്യണം. ഇതും കൂടി കോഴി അങ്ങോട്ട് മാറ്റി വെക്കുക. അരി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തരി ഇട്ട് കൊടുത്തിട്ട് എനിക്കറിയത്തില്ല, സ്റ്റാർ ഇട്ട് കൊടുക്കാം, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ഒരു 2 എന്താണത് കാടന്, പിന്നെ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അരി ഒന്ന് വേവിച്ചെടുക്കാം. സ്ക്യൂസ് ലെമൺ. അരികളൊന്നും പരസ്പരം കൂട്ടിച്ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഫ്രൈ ഈ സവാള നോക്കിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഞാനൊരു പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് പിഞ്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് പെപ്പർ. മിക്സ് മിക്സ് മിക്സ്. ഈ 2 സെക്കൻഡ് ഒന്ന് ഇറക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് പോകട്ടെ. ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് ഇളക്കി നമുക്ക് സെറ്റാക്കി ദം ചെയ്യും. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ പൊരിച്ച ബിരിയാണി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് സമയം എടുക്കും ദം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കുറച്ച് ചോറിടുന്നു, ചോറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലകൾ, മിന്റ് ലീഫും മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫ്രൈഡ് ഒണിയനും കിസ്മിസും നട്ട്സും ഒക്കെ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റും കൂടെ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്തിരി പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി റോസ്മേരി വാട്ടറും കൂടി, ഇച്ചിരി നെയ്യ്. ഇവിടെ തണുപ്പായതുകൊണ്ടാണെങ്കിൽ കട്ടയായിട്ടിരിക്കുന്നത്. കുറച്ച് പൈനാപ്പിളും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ലെയർ ചോറ് സെയിം റെപ്പിറ്റേഷൻ തന്നെ ചെയ്യുക. ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക.